ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ലെസൺ ഹാഡ് ടുവിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ലെസണിൽ ഹാഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഹാഡ് ടു എങ്ങനെയാണ് യൂസ് ചെയ്യുക, എപ്പോഴാണ്? ദി സിറ്റുവേഷൻ, കഴിഞ്ഞ ഒരു സമയത്ത് എനിക്കൊരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു. ഈ രണ്ടർത്ഥത്തിലും പറയാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നമുക്ക് സെൻറ്റൻസ് ബൈ ആയി നോക്കാം. ഇത് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റിനോട് ഹാഡ് ടു നേരിട്ട് ഉപയോഗിക്കുക. ഹാഡ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സബ്ജക്റ്റിനോട് ഹാഡ് ടു ചേർക്കുക. അതിനോട് പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് ചേർക്കേണ്ടത്. ഈ രീതിയിലാണ് ഇതിന് സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് ഇവിടെ സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകേണ്ടതുണ്ടായിരുന്നു. I had to go to the hospital for checkup. I had to go to the hospital. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ടായിരുന്നു, ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളൊരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി പറയും. എന്തിനാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻഫർമേഷനാണ് ഫോർ ചെക്കപ്പ്. കാരണം, ചെക്കപ്പിന് വേണ്ടി. ഓക്കെ, ഫോർ ചെക്കപ്പ്. I had to go to the hospital for checkup. ഐ ഹാഡ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ടതുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കപ്പെടുക എന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ഹാഡ് ടു യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദറ്റ് ഈസ് ഫോഴ്സ്ഡ് ടു ഡു സംതിങ് വിത്തൗട്ട് അവർ ഓൺ ഇൻട്രസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു സെൻറ്റൻസ്. എനിക്ക് അത്യാവശ്യമായ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണേണ്ടതുണ്ടായിരുന്നു. എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ ഹാഡ് ടു മീറ്റ്. എനിക്ക് കാണേണ്ടതുണ്ടായിരുന്നു. ഇവിടെ ആരെയാണ് കാണേണ്ടതെന്നും കൂടി അവിടെ പറയണം. അപ്പോൾ ആരെയാണ്? എ ഫാമിലി ഫ്രണ്ട്, കുടുംബ സുഹൃത്തിനെയാണ് കാണേണ്ടത്. ഐ ഹാഡ് ടു മീറ്റ് എ ഫാമിലി ഫ്രണ്ട്. അതിൻ്റെ കൂടെ അർജൻറ്റ്ലി എന്നുകൂടി പറയുകയാണ്. അർജൻറ്റ് എന്ന് പറഞ്ഞാൽ അടിയന്തരമായിട്ട്, അത്യാവശ്യമായിട്ട് കാണേണ്ടതാണ്. ഹാഡ് ടു മീറ്റ് എ ഫാമിലി ഫ്രണ്ട് അർജൻറ്റ്ലി. ഒരു സുഹൃത്ത് പറയാണ്, നീ വൈകിട്ട് 6 മണിക്ക് എന്നെ വിളിക്കുമെന്ന് പറയണം. പക്ഷെ ഞാൻ വിളിച്ചില്ല, 7 മണിക്കാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു വിളിച്ചു, അവരോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു. ആ സമയത്ത് എൻ്റെ ഒരു ബന്ധു വിളിച്ചു. അപ്പോൾ അതെങ്ങനെ പറയാം? ഇത് നമുക്ക് പാസ്റ്റ് സിമ്പിൾ ഫോമിലാണ് പറയേണ്ടത്. ആ സമയത്ത് അറ്റ് ദി ടൈം എ റിലേറ്റീവ് called me. A relative എന്ന് പറഞ്ഞാൽ ഒരു ബന്ധു. A relative called me. കോളിൻ്റെ സെക്കൻഡ് ഫോം, ഫസ്റ്റ് ഫോം called വിളിച്ചു. me എന്നെ. A relative called me. ഒരു ബന്ധു എന്നെ വിളിച്ചു. അവരോട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു എന്നെങ്ങനെ പറയാം? I had to talk with them. എനിക്ക് സംസാരിക്കേണ്ടി വന്നു. വിത്ത് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട്, അവരുമായിട്ട്. വിത്ത് ദം, ഹാഡ് ടു ടോക്ക് വിത്ത് ദം. അപ്പോൾ അതാണ് അതിൻ്റെ എക്സ്ക്യൂസ്. മറ്റൊരു സെൻറ്റൻസ്, എനിക്ക് അവനെ ശാസിക്കേണ്ടി വന്നു. മറ്റുള്ളവരെ ശാസിക്കുന്നില്ല, കുട്ടികളെ വഴക്ക് പറയുന്നതൊന്നും നമ്മുടെ ഇഷ്ടത്തിനല്ല, അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ശാസിക്കേണ്ടി വരികയാണ്. അപ്പോൾ എനിക്ക് അവനെ ശാസിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു റിബ്യൂക്ക് ഹിം. ശാസിക്കുക എന്നതിന് റിബ്യൂക്ക്. ഐ ഹാഡ് ടു റിബ്യൂക്ക് ഹിം. എനിക്ക് അവനെ ശാസിക്കേണ്ടി വന്നു. ഞാൻ ഇന്നലെ ഒരുപാട് ലേറ്റായാണ് ഉറങ്ങിയത്. ഇത് പാസ്റ്റ് സിമ്പിൾ ഫോമിൽ പറയേണ്ട സെൻറ്റൻസ് ആണ്. ഐ സ്ലെപ്റ്റ് ടു ലേറ്റ് യെസ്റ്റർഡേ. സബ്ജക്റ്റിനോട് നേരിട്ട് വെർബിൻ്റെ സെക്കൻഡ് ഫോം ചേർത്താണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ഫോം പറയുന്നത്. സ്ലീപ്പ് എന്നതിൻ്റെ സെക്കൻഡ് ഫോം സ്ലെപ്റ്റ് ആണ്. ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി. ഐ സ്ലെപ്റ്റ് ടു ലേറ്റ്, വളരെ വൈകി. ടു ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വൈകി, ഒരുപാട് വൈകി എന്നർത്ഥം. യെസ്റ്റർഡേ, ഇന്നലെ. ഐ സ്ലെപ്റ്റ് ടു ലേറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത്. ഓക്കെ, അപ്പോൾ ഞാനതിനൊരു കാരണം അതിനോട് കൂടി ചേർത്ത് പറയുകയാണ്. നമ്മളൊരു കാരണം പറയുമ്പോൾ എങ്ങനെയാണ് അതിനോട് പറയാം? ബിക്കോസ് വെച്ച് പറയും, അല്ലേ? കാരണം, ബിക്കോസ് എനിക്കെൻ്റെ ജോലി പൂർത്തിയാക്കേണ്ടി വന്നു. Because I had to finish the work.
ഐ ഹാഡ് ടു ഫിനിഷ് ദ വർക്ക്. എനിക്ക് ജോലി തീർക്കേണ്ടതുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജോലി തീർക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു ഫിനിഷ് ദ വർക്ക്. ഐ ഹാഡ് ടു ഫിനിഷ് ദ വർക്ക്. അപ്പോൾ ജോലി തീർക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഉറങ്ങാതിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്ക്യൂസാണത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലത്ത് പോയാൽ അതിനുശേഷം നമ്മളെങ്ങനെയാണ് അത് പറയുക മറ്റൊരാളോട്? എനിക്കവിടെ പോകാൻ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്നിട്ടും എനിക്കത് പോകേണ്ടി വന്നു. എവിടെ പോകേണ്ടി വന്നു ഇങ്ങനെ പറയും അല്ലേ? അപ്പോൾ എനിക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല എന്നിങ്ങനെ പറയാം. പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല. നമ്മൾ ഹാഡ് വെച്ചിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ലെസണിൽ പഠിച്ചിട്ടുണ്ട്. ഹാഡ് വെച്ചിട്ട് ഹാഡിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഡിഡ് നോട്ട് ഹാവ്. I didn't have interest to go there. I didn't have interest to go there. Didn't have interest to go. പോകാൻ there അവിടെ. ഇത് ഹാഡ് വെച്ചിട്ട് ഹാഡിനോട് നേരിട്ട് നോട്ട് ചേർത്തും പറയാൻ പഠിച്ചിട്ടുണ്ട്. I had no interest to go there. I had no interest to go there ഇങ്ങനെയും പറയാം. പക്ഷേ എനിക്ക് അവിടെ പോകേണ്ടി വന്നു. But I had to go there. പക്ഷേ എനിക്ക് അവിടെ പോകേണ്ടി വന്നു. But I had to go there. But I had to go there. ഇത് നമുക്ക് ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ പറയാം? ഇപ്പോൾ താല്പര്യമില്ലാതിരുന്നിട്ടും എനിക്കവിടെ പോകേണ്ടി വന്നു. ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ്? ഐ ഹാഡ് ടു ഗോ ദെയർ എന്ന് പറഞ്ഞാൽ എനിക്കവിടെ പോകേണ്ടി വന്നു. ഹാഡ് ടു ഗോ ദെയർ. താല്പര്യമില്ലാതിരുന്നിട്ടും എന്ന് പറയാൻ ഈവൻ ദോ ഐ ഡിഡിൻ ഇൻട്രസ്റ്റ്. ഈവൻ ദോ ഐ ഡിഡിൻ ഇൻട്രസ്റ്റ്. താല്പര്യമില്ലാതിരുന്നിട്ടും എനിക്കവിടെ പോകേണ്ടി വന്നു. ഐ ഹാഡ് ടു ഗോ ദെയർ ഈവൻ ദോ ഐ ഡിഡിൻ ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്കിന്നലെ ഉറങ്ങാതിരിക്കേണ്ടി വന്നു. ഇപ്പം നമ്മൾ പല സിറ്റുവേഷനിലും ഉറങ്ങാതിരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ടാവും. അത് കുട്ടികൾക്കൊക്കെ വയ്യാണ്ടായാൽ അസുഖമായാലൊക്കെ നമുക്ക് ഉറക്കമുണ്ടാവില്ല അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് ഐ ഡിഡിൻ ഹാവ് ടു സ്ലീപ്പ് യെസ്റ്റർഡേ. ഐ ഡിഡിൻ ഹാവ് ടു സ്ലീപ്പ് യെസ്റ്റർഡേ. ഡിഡിൻ ഹാവ്. പല കോഴ്സുകളും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. എന്നാൽ താല്പര്യമില്ലാതെയും നമ്മൾ പലതിനും ചേരേണ്ടി വരാറുണ്ട്. അപ്പോൾ പേരൻസിൻ്റെ നിർബന്ധം കാരണമൊക്കെ നമുക്ക് താല്പര്യമില്ലാത്ത കോഴ്സും നമ്മൾ എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാതിരുന്നിട്ടും എനിക്ക് ആ കോഴ്സിന് ചേരേണ്ടി വന്നു. അപ്പോൾ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് എങ്ങനെ പറയാം? എനിക്ക് ആ കോഴ്സിന് ചേരേണ്ടി വന്നു. ഐ ഹാഡ് ടു ജോയിൻ ദ കോഴ്സ്. ഈവൻ ദോ I didn't like. ഇഷ്ടമില്ലാതിരുന്നിട്ടും എനിക്ക് ചേരേണ്ടി വന്നു, ആ കോഴ്സിന് ചേരേണ്ടി വന്നു. ഐ ഹാഡ് ടു ജോയിൻ ദി കോഴ്സ് ഈവൻ ദോ ഐ ഡിഡിൻ ലൈക്ക്. അപ്പോൾ ഹാഡ് ടു യൂസ് ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിൻ്റെ കൂടെയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഹി, ഷീ, ഇറ്റ്, വി, ഐ, വി ഒക്കെ. അപ്പോൾ അവന് പോകേണ്ടതുണ്ടായിരുന്നു എന്ന് പറയും ഹി ഹാഡ് ടു ഗോ. ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ടായിരുന്നു. വി ഹാഡ് ടു പ്ലേ. അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. ദേ ഹാഡ് ടു പ്രാക്ടീസ്. ഇതെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇറ്റ് ഹാഡ് ടു ടേക്ക്. അപ്പോൾ ഹാഡിൻ്റെ ഉപയോഗം പോലെ തന്നെ ഹാഡ് ടുവും മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സിമ്പിളാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ എഴുതുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വി വിൽ മീറ്റ് നെക്സ്റ്റ് ലെസൺ.